പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോലോത്തിരി സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു കൃപയുടെ മണിക്കൂറിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മൾ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. കാരണം അത്രത്തോളം നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നാഥൻ്റെ ചാരയാണ് നമ്മൾ ഓരോരുത്തരും. ഒരു പക്ഷേ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് ഓലോകരാഷ്ടങ്ങളും ഒത്തിരിയേറെ ഭയക്കുന്ന നിമിഷങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു പക്ഷേ തങ്ങളുടെ ജീവൻ തന്നെ ആപത്തിലാകാമെന്നുള്ളൊരു പ്രതീക്ഷയോടും അല്ലെങ്കിൽ അതുപോലെ തന്നെ അപകടമണക്കുന്ന പല രാജ്യങ്ങളിലും പല മക്കളും ഇന്ന് ഈ കരുണയോടുകൂടി അല്ലെങ്കിൽ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒരുപക്ഷെ ഇന്നലെയും ഇന്നും ഓരോ പ്രഭാതം ഉണരുമ്പോഴും ഒരുപക്ഷെ അവരോരോരുത്തരും അപകടത്തിൻ്റെ ആ ഒരു സൂചനയിലൂടെ കടന്നു പോകുമ്പോഴും ഏറ്റവും കൂടുതൽ പേടിച്ചതും അതാണ്, സ്വജീവൻ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു കൃപയുടെ മണിക്കൂറിലായിരിക്കുമ്പോൾ ലോകത്തിലുള്ള ഓരോ മക്കളുടെ മേലും കരുണ ചൊരിയപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ ഈ ഒരു തിരുമണിക്കൂറിൽ വിചിന്തനത്തിനായിട്ട് എടുക്കുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. ഒരുപക്ഷെ നമ്മൾ ചെറുപ്പം മുതലേ വളരെ ഭംഗിയായിട്ട് കേട്ട ഒരു തിരുവചന ഭാഗം. സക്കയോസിനെ തമ്പുരാൻ കരുണയോടുകൂടി ദർശിക്കുന്നതിൽ കാണുന്നതും കരുണയോടുകൂടി ആ ഒരു നോട്ടഭാവത്തിൽ തന്നെ ആ ഒരു മനുഷ്യാത്മാവിനെ തിരിച്ചു ലഭിക്കുന്ന നമ്മൾ വചനത്തിൽ വളരെ ഭംഗിയായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതമായിട്ട് ഒത്തിരിയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് സക്കയോസിൻ്റെ ഈ ഒരു കഥ. സക്കയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഏറ്റവും ചെറുത് എന്നതിനപ്പുറത്തോട്ട് നിഷ്കളങ്കനായ ഒരു വ്യക്തി എന്നുള്ളൊരു അർത്ഥം കൂടി അത് നമുക്ക് കൂട്ടിച്ചേർത്ത് വെക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഈ സക്കയോസായിട്ട് പലപ്പോഴും നമ്മൾ മാറുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ, വീഴ്ചകൾ, പാപങ്ങൾ, തഴക്കദോഷങ്ങൾ ഇതൊക്കെ കൊണ്ട് ഞാൻ എൻ്റെ ഒരു ആത്മാവിനെ ചെറുതായിട്ട് ആക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ കുള്ളൻ എന്ന ആ ഒരു ലേഖനം തന്നെ പലപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഇതൊക്കെ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് സക്കയോസ് തമ്പുരാനിലേക്ക് തിരികെ വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ മാത്രം മതി എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ആ ഒരു ജനക്കൂട്ടം ഒരു പക്ഷേ അവരുടെ വേണ്ട വിചാരങ്ങൾ കൂടി ആയിരിക്കുന്ന സമയത്ത് ഈ സക്കയോസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തമ്പുരാനെ ഒന്ന് കാണണമെന്ന് മാത്രമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഞാൻ എത്രയൊക്കെ അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയാലും അവിടുത്തെ എനിക്കൊന്ന് കാണാൻ മാത്രം മതി, അല്ലെങ്കിൽ അവിടുത്തെ സ്നേഹം ഒന്ന് ദർശിച്ചാൽ മാത്രം മതി, അവിടുത്തെ അളവറ്റ കരുണയിലേക്ക് ഒന്ന് ആഴമറ്റാൽ മാത്രം മതി എനിക്ക്. ഈശോയുടെ സന്നിധിയിലായിരിക്കുന്ന ഒരു നിമിഷം, ജീവിതം കൊണ്ട് പലപ്പോഴും നമ്മൾ സക്കയോസുമാരായിട്ട് മാറുന്ന ഈ ഒരു നിമിഷത്തിൽ നമ്മൾ തന്നെ തമ്പുരാനെ വിട്ടുകൊടുക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിലെ ഈ ഒരു കുള്ളത്തരങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ പാപങ്ങളോ തഴക്കദോഷങ്ങളോ പോരായ്മകളോ അല്ലെങ്കിൽ ദൈവത്തെ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പൊക്കക്കുറവ് നമുക്ക് സംഭവിക്കുക അല്ലെങ്കിൽ പ്രധാനം ചെയ്യുക. ഈശോയുടെ സന്നിധിയിലായിരിക്കുന്ന ഒരു നിമിഷത്ത് സക്കയോസിനെ പോലെ നമുക്കും ആരും ആഗ്രഹം പ്രകടിപ്പിക്കാം, ഈശോയെ നിന്നൊന്ന് കാണാനുള്ളൊരു കൃപ. പക്ഷേ പലപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, തമ്പുരാനെ കാണാൻ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി നമ്മൾ തന്നെ ഒരുക്കുക കൂടി വേണം. ഒരുപക്ഷെ സക്കയോസിൻ്റെ ജീവിതത്തിൽ സക്കയോസ് ആഗ്രഹിച്ച അല്ലെങ്കിൽ ചിന്തിച്ചത് സിക്കമൂർ എന്ന് പറയുന്ന ഒരു മരത്തിൽ ഒന്ന് കയറാനാണ്. ഒരുപക്ഷെ കാഴ്ചയിൽ ഉയരം കുറവായ ഒരു മരമാണെങ്കിൽ പോലും ആ ഒരു മരത്തിൽ കയറിയാൽ എനിക്ക് തമ്പുരാനെ കാണാൻ സാധിക്കുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം സക്കയോസിനുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലെയും ഈ സിക്കമൂർ മരം എന്താണ്? അത് കുമ്പസാരമാണ്. എൻ്റെ പാപകടങ്ങൾ ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല എന്നുള്ള എൻ്റെ പ്രതിജ്ഞയാണ് ഈ സിക്കമൂർ മരം. ആ ഒരു സിക്കമൂർ മരം തമ്പുരാനെ കാണാനുള്ളൊരു ഉപകരണമായിട്ട് മാറുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കുമ്പസാരത്തിലൂടെയും അനുരഞ്ജനത്തിലൂടെയും
ഞാൻ എൻ്റെ സർവ്വതും തമ്പുരാന് വിട്ടുകൊടുത്തുകൊണ്ട് പാവങ്ങളെ സഹായിച്ചു കൊള്ളാമെന്നുള്ള പ്രതിജ്ഞയോടുകൂടി സഖ്യവൂസ് ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുമ്പസാരത്തിലും നമ്മുടെ പശ്ചാത്തലത്തിൻ്റെ എല്ലാ മനോഭാവത്തിലും മനസ്സാപത്തിലും നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ഈ സിക്കുമൂർ മരം പോലെ അതെല്ലാം മാറിത്തീരുന്നുണ്ട്. അവിടെ നമുക്ക് തമ്പുരാനെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ സിക്കുമൂർ മരത്തിൽ കയറാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം തമ്പുരാനെ ഒന്ന് കാണാനാണ്. ഇപ്പോഴും ഓർക്കുക, സഖ്യവൂസ് ആ സിക്കുമൂർ മരത്തിലായിരുന്നപ്പോൾ അത്രയും ജനക്കൂട്ടം ഉണ്ടായിരുന്നിട്ട് പോലും ദൈവം തിരഞ്ഞെടുത്തതും വിളിച്ചതും സഖ്യവൂസിനെയാണ്. പേരെടുത്ത് വിളിച്ചു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മളെ പേരെടുത്ത് വിളിക്കുക ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാർ മാത്രമാണ്. ഈശോ അന്ന് ആ ജനക്കൂട്ടത്തിൽ വെച്ച് സഖ്യവൂസിനെ മാത്രം പേരെടുത്ത് വിളിക്കണമെങ്കിൽ ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു തിരുത്തൽ സഖ്യവൂസിന് പ്രദാനം ചെയ്യുമ്പോൾ സഖ്യവൂസ് സ്വജീവിതത്തിലും തീരുമാനമെടുക്കുമ്പോൾ ആഗ്രഹിച്ചും അത് തന്നെയാണ്. കരുണയോടുകൂടി തമ്പുരാൻ എന്നെ കണ്ടു, അല്ലെങ്കിൽ ആ കരുണയുടെ മുഖഭാവത്തോടു കൂടി തമ്പുരാൻ എന്നെ വിളിച്ചു എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി സഖ്യവൂസ് ആ മരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അതൊരു രൂപാന്തരത്തിലേക്കാണ്. കരുണയ്ക്ക് എപ്പോഴും ഉണ്ടാവുക 3 ഭാഗങ്ങളാണ് പലപ്പോഴും. ഒന്ന്, നമ്മൾ ഓരോരുത്തരുടെയും കരുണയോടുകൂടിയുള്ള ഒരു നോട്ടം. അതൊരു കഥാംശത്തിൽ നമ്മൾ കാണുന്നത് തമ്പുരാൻ്റെ ഭാഗത്തു നിന്നാണ്. കരുണയോടുകൂടി ഒരു നോട്ടം തമ്പുരാൻ സഖ്യവൂസിന് കൊടുക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലും ആ ഒരു നോട്ടം ആവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. നമ്മളായിരിക്കുന്ന ജെറീക്കോ വീഥികൾ, എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഈ ജെറീക്കോ വീഥികളാണ്. അവിടെയെല്ലാം കരുണയോടുകൂടി ഒരു നോട്ടം സമ്മാനിക്കാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. കരുണയോടുകൂടി ഓരോ മനുഷ്യരുടെയും അവരുടെ ജീവിത പ്രശ്നങ്ങളിലും വേദനകളിലും കരുണയോടുകൂടി ഒരു നോട്ടം കൊടുത്ത് ആ ഒരു തമ്പുരാൻ്റെ സ്നേഹം പ്രദാനം ചെയ്യാൻ സമ്മാനിക്കാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു ഉയർത്തെഴുന്നേൽപ്പിക്കലാണ്. പലപ്പോഴും നമുക്കറിയാം, പല സാഹചര്യങ്ങളിലും പല പാപബോധ്യങ്ങളിലും നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ആ ഒരു സ്നേഹബന്ധത്തിൽ നമ്മൾ അകന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ നിബന്ധിക്കുക ഒരു കുഴിയിലേക്കാണ്. അവിടെ നിന്നൊന്ന് ഉയർന്നു വരണമെങ്കിൽ പലപ്പോഴും ഒരു കൈത്താങ്ങ് വേണം. കരുണയോടുകൂടി ഓരോ നിമിഷവും നമ്മൾ ഓരോ മനുഷ്യരെയും ചേർത്ത് പിടിക്കുകയും അവരോരോരുത്തരെയും തമ്പുരാൻ നമുക്ക് പ്രദാനം ചെയ്ത അതേ കരുണയോടുകൂടി നോക്കുകയും ചെയ്യുന്ന ഓരോ നിമിഷവും നമ്മളും ഇതുപോലുള്ള കുഴികളിൽ നിന്ന് ഉയർത്തപ്പെടും. മൂന്നാമത്തത് രൂപാന്തരപ്പെടലാണ്. കരുണയോടുകൂടി നമ്മളായിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെടുത്താൻ കരുണ നമ്മളെ സഹായിക്കുമെന്നുള്ളൊരു കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഓർത്തെടുക്കാം. ഈ തിരുമണിക്കൂറിൽ നാഥനെ ചാരി നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ കരുണയോടുകൂടി ആയിരിക്കാനാണ് അവിടെ നമ്മളെ വിളിക്കുക. ഈ ഒരു സമയത്ത് കരുണയുടെ മുഖത്തോടുകൂടി നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കാരണം എന്നെ അത്രത്തോളം തമ്പുരാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്നെ അത്രത്തോളം തമ്പുരാൻ കരുണയോടുകൂടി ഓരോ നിമിഷവും എന്നെ ദർശിച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. കാരണം പലപ്പോഴും നമുക്കറിയാം, കരുണയോടുകൂടി ഒരു നോട്ടം എനിക്ക് തമ്പുരാൻ സമ്മാനിക്കുന്നുണ്ട്. കരുണയോടുകൂടി തമ്പുരാൻ എന്നെ ഓരോ നിമിഷവും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുണ്ട്. കരുണയോടുകൂടി തമ്പുരാൻ ഓരോ നിമിഷവും എന്നെ എൻ്റെ ജീവിതത്തിൽ നിന്നും ജീവിത സാഹചര്യങ്ങളിൽ നിന്നും രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു കഥയിലെ പോലെ തമ്പുരാനൊരു വ്യത്യാസമായിട്ട് മാറുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലും ഞാൻ അതുപോലെ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. ഒരുപക്ഷെ സമരിയാക്കാരുടെ ഉപമയിൽ പറയുന്നത് പോലെ നീയും അതുപോലെ പോയി ചെയ്യും. ആരാണ് നിന്റെ യഥാർത്ഥ അയൽക്കാരൻ എന്ന് ചോദിച്ചതിനപ്പുറത്തോട്ട് അവർ ചോദ്യത്തിന് അവർ ഉത്തരം പറയുന്നുണ്ട്, സമരിയാക്കാരനാണ് ഏറ്റവും നല്ല അയൽക്കാരൻ. പക്ഷേ അത് കഴിഞ്ഞ് അവിടെ കൂടിയിരുന്ന ഓരോ അനുയായികളോടും ആവർത്തിക്കുന്നത് നീയും പോയി ഇതുപോലെ ചെയ്യുക. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള പല കാര്യങ്ങളും കേൾക്കുന്നുണ്ടെങ്കിലും ആ കരുണയോടുകൂടി ആയിരിക്കാൻ പലപ്പോഴും നമുക്ക് പറ്റാതെ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും ബലഹീനതകളും ഈ സഖ്യവൂസിനെ പോലെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ആ കരുണയോടുകൂടിയുള്ള ഒരു നോട്ടത്തോടുകൂടി സഖ്യവൂസ് ഏറ്റു പറയുന്നത്
തൻ്റെ ജീവിതത്തിലെ പൊക്കക്കുറവുകളാണ്, തൻ്റെ പാപങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു മാറ്റപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഏറ്റു പറയുമ്പോൾ ആ ഒരു പൊക്കക്കുറവിനെ ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തോടു കൂടി സക്കേവൂസ് മാറിത്തീരുന്നുണ്ട്. ഒപ്പം ദൈവത്തെ കാണാനുള്ള ആഗ്രഹം, കരുണയോടുകൂടി ആയിരിക്കുന്ന ഓരോ നിമിഷവും, ഒരുപക്ഷെ സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മൾ കാരുണ്യത്തോടു കൂടി ആയിരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലും തമ്പുരാൻ കാരുണ്യം ചൊരിയും എന്നുള്ളൊരു വാഗ്ദാനം എപ്പോഴും നമുക്ക് ഓർത്തെടുക്കാം. കാരണം അത്രത്തോളം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കരുണ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു തിരുമണിക്കൂറിൽ നമ്മളായിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ട നിമിഷങ്ങളിലാണ് നമ്മളായിരിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത്, ഈശോയെ, എൻ്റെ ജീവിതത്തിൽ നീ കരുണ ചൊരിഞ്ഞതുപോലെ ഈ ലോകത്തിലുള്ള ഓരോ മക്കളുടെ മേലും കരുണ ചൊരിയപ്പെടണമേ. ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് യുദ്ധക്കെടുതികൾ കൊണ്ട് പേടിക്കുകയും അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ്റെ കരുണാസ്പർശം ചൊരിയണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോ മക്കളെയാണ്. ഒരു നിമിഷം അവരെല്ലാവരെയും ഈ തിരുവരുളിക്കയുടെ ചാരയ്ക്ക് നമുക്ക് ചേർത്ത് വെക്കാം. ഇവരോരോരുത്തരുടെയും ജീവിതത്തിലേക്കും തമ്പുരാൻ കരുണ ചൊരിയപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഓരോ നിമിഷവും ഈശോനെ ചേർത്ത് പിടിക്കുന്നുള്ള ബോധത്തോടു കൂടി ആയിരിക്കാം. കാരണം പലപ്പോഴും ആ ഒരു സ്നേഹത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക. അത് സക്കേവൂസിന് അത്രത്തോളം തമ്പുരാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം പഴയതുപോലെ ആയിരുന്നില്ല. കരുണയോടുകൂടി നമ്മളായിരിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ കൂടെയുള്ള ഓരോ ആൾക്കാരും രൂപാന്തരപ്പെടും. സ്നേഹത്തോടും വിശുദ്ധിയോടും കൂടെ ദിവ്യകാരുടെ നാഥന് ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ തന്നെ തമ്പുരാനെ വിട്ടുകൊടുക്കാം. ഈശോയെ, ഒരു കരുണയുടെ ഉപകരണമായിട്ട് മാറാൻ, കരുണയുടെ പ്രേക്ഷിതനായിട്ട് മാറാനുള്ള കൃപ ഓരോരുത്തർക്കും തരണമേ. ഒപ്പം ഈ ലോകത്തിലെ കരുണ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും നമുക്ക് ചേർത്ത് പിടിക്കാം. വളരെ പ്രത്യേകമായിട്ട് യുദ്ധക്കെടുതികൾ കൊണ്ട് സമാധാനം പോലുമില്ലാതെ ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന മക്കൾ, അല്ലെങ്കിൽ ജീവിത സുരക്ഷയെ പേടിച്ചിട്ട് കരുണയെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഒരു നിമിഷം ഈ തെരുവിടൽക്കിട്ട് നമുക്ക് ചേർത്ത് പിടിക്കാം. അവരോടെല്ലാം തമ്പുരാന്റെ കരുണ ചൊരിയപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് താഴ്ന്ന സ്വരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് തമ്പുരാന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം. ഈശോയെ ആരാധന, ആരാധന. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.